നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഞാൻ ഇന്ന് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്റർ മൊത്തത്തിൽ അതിൻ്റെ ഒരു തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. നോക്കുക, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ എന്താണ് റിഡംഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം അല്ലെ. എന്താ റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, റിഡംഷൻ എന്ന വാക്കിൽ നിന്ന് ആ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപേയ്മെന്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡേഴ്സിന് തിരിച്ചു നൽകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഡംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുക എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി റെഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 20 years. Infrastructure companies can extend this to 30 years. Preference shares that are irredeemable cannot be issued. അതായത് ഒരു കമ്പനി, ഞാൻ പറഞ്ഞു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് പറഞ്ഞു അല്ലെ. എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് അവർ പ്രിഫറൻസ് ഷെയറിന് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അവർക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആ കമ്പനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക 20 വർഷമാണ്. 20 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തിരിച്ചു നൽകിയിരിക്കണം. ഓക്കെ, ഇനി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആണെങ്കിലോ അത് 20 വർഷം എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ 30 വർഷമായിട്ട് അവർക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക്. ദെൻ പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ഇറെഡീമബിൾ കനോട്ട് ബി ഇഷ്യൂഡ്. അതുപോലെ എന്താണ് പറഞ്ഞത്? നമുക്ക് ഇറെഡീമബിൾ, അതായത് റെഡീം ചെയ്യേണ്ടതായിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. നമ്മൾ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ, ഇറെഡീമബിൾ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് പ്രിഫറൻസ് ഷെയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് ഇറെഡീമബിൾ ആയിട്ടുള്ള, റെഡീം ചെയ്യേണ്ടതായിട്ടുള്ള പ്രിഫറൻസ് ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നിയമം അനുസരിച്ച്, ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ഇവിടെ അത്തരം പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി മീനിങ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നോക്കാം നമുക്ക്. റിഡംഷൻ മീൻസ് ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണം തിരിച്ചു നൽകുക, ക്യാപിറ്റൽ നടത്തിയിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട് തിരിച്ചു നൽകുക. അതായത് നമ്മളുടെ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള എമൗണ്ട് തിരിച്ചു നൽകുന്നതിനെയാണ് റിഡംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Specifically, it refers to the process where a company repay the preference share capital to its preference shareholders. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഒരു കമ്പനി അതിന്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തിരിച്ചു നൽകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആയിരിക്കും. ദെൻ അടുത്ത് നോക്കൂ, ഒരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം? ഓക്കെ, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, പ്രൊവിഷൻസ്, കണ്ടീഷൻസ് ഫോർ റെഡീമിങ് പ്രിഫറൻസ് ഷെയർസ്, അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് ഷെയർ നമുക്കറിയാം, നമ്മൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ട് ഒരുമിച്ച് കമ്പനി കളക്ട് ചെയ്യാറില്ല അല്ലെ. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. എന്തായിരുന്നു അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു അലോട്ട്മെന്റ് മണി, അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞ് കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്യും. പിന്നെ അലോട്ട്മെന്റ് മണി പറഞ്ഞിട്ട് കളക്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, അങ്ങനെയാണ് നമ്മൾ പണം കളക്ട് ചെയ്യുക. അതായത് കമ്പനിയുടെ റിക്വയർമെന്റിന് അനുസരിച്ചായിരിക്കും അവർ പണം കളക്ട് ചെയ്യുക. മൊത്തം എമൗണ്ട് ഒരുമിച്ച് മേടിക്കാറില്ല. ഓക്കെ, അപ്പൊ റിഡീം ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന് എന്തായിരിക്കണം? റിഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയർ എങ്ങനെയുള്ളതായിരിക്കണം? ഫുൾ എമൗണ്ട്, ആ 100 രൂപ വരെയുള്ള പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്നും ആ 100 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഫുള്ളി കളക്ട് ആയിട്ടുള്ള, ഫുൾ എമൗണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെഡീം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീപേയ്മെന്റ് അവർക്കാണ് റീപേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? അത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആണോ എന്ന് നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ എന്താണ് ഫുള്ളി പെയ്ഡ് അപ്പ്? അല്ലെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. അതെന്ത് ചെയ്യണം? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനെന്ത് ചെയ്യണം? അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള എമൗണ്ട് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. എന്നതിന് ശേഷം എന്ത് ചെയ്യുക? അതിനെ റെഡീം ചെയ്യുക. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ആദ്യം എന്താണ്? ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം നോക്കൂ,
redemption should be done either from profit available for dividend or the proceeds of fresh share issue. അതായത് എന്താണ് റിഡംഷൻ നമുക്ക് രണ്ട് രീതിയിൽ നടത്താം. റിഡംഷൻ നടത്താൻ ആവശ്യമായ ഫണ്ട് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താം. ഒന്ന് എന്താണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റിൽ ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നു. ആ പ്രോഫിറ്റ് നമ്മൾ ചുരുക്കി വിളിക്കുക എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിഡംഷൻ നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് റിഡംഷന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ഇഷ്യൂ പുതിയ ഷെയർ പുതിയ പ്രിഫറൻസ് ഷെയറോ പുതിയ ഇക്വിറ്റി ഷെയറോ ഇഷ്യൂ നടത്തിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് റെഡീം ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്താം. ഫ്രഷ് ഇഷ്യൂയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്താം. ഓക്കെ, അപ്പൊ റിഡംഷൻ രണ്ട് രീതിയിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. ഒന്നുകിൽ എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്ത് നമുക്ക് നടത്താം. ഓക്കെ, കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയും. നമുക്ക് നോക്കാം, വഴിയെ പഠിക്കാം. ഇനി അടുത്ത് നോക്കൂ, എന്താണ് അടുത്ത് പറയുന്നത്? മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രീമിയം ഓൺ റിഡംഷൻ മസ്റ്റ് ബി കവേർഡ് ബൈ പ്രോഫിറ്റ് ഓർ ബൈ പ്രോഫിറ്റ്സ് ഓർ ദ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അതായത് നമുക്ക് റെഡീം ചെയ്യുന്ന സമയത്ത് നേരത്തെ ഡിബഞ്ചറിൽ പഠിച്ചത് പോലെ തന്നെ റിഡംഷൻ അറ്റ് പാറിൽ നടക്കാം, റിഡംഷൻ അറ്റ് പ്രീമിയത്തിൽ നടക്കാം അല്ലെ. റിഡംഷൻ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡീം ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ അത് ആ എമൗണ്ടിന്റെ ഫേസ് വാല്യൂ പോർഷൻ ആണ് അവർക്ക് തിരിച്ചു നൽകുന്നതെങ്കിൽ റിഡംഷൻ അറ്റ് പാർ എന്ന് പറയും. റെഡീം ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ പോർഷനോടൊപ്പം കുറച്ച് എമൗണ്ട് അധികം നൽകുന്നുണ്ടെങ്കിൽ അതെന്താണ് റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. അപ്പൊ നമ്മൾ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയത്തിന് ആവശ്യമായ എമൗണ്ട് നമ്മൾ എടുക്കേണ്ടത് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്നാണ് എന്താണ് ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടാവുമല്ലോ, ആ സെക്യൂരിറ്റി പ്രീമിയം റിസർവോ അല്ലെങ്കിൽ എന്താണ് പ്രീമിയത്തിൽ നിന്നോ സോറി ആ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നോ ആയിരിക്കണം അതിനാവശ്യമായ ഫണ്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കൂ. ട്രാൻസ്ഫർ എ ട്രാൻസ്ഫർ equivalent to the nominal value of redeemed share must be made to the capital redemption reserve if redeemed from profit. അതായത് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂവിന്, അത് നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് വാല്യൂ ആണ്, ആ ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എങ്ങോട്ട് മാറ്റണം? CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. നമ്മൾ നേരത്തെ ഡിബഞ്ചറിന്റെ ചാപ്റ്ററിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? DRR എന്ന് പറയും അല്ലെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന്. അവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡിബഞ്ചർ ആയതുകൊണ്ട് ഇവിടെ അതെന്താ ഇവിടെ ക്യാപിറ്റൽ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയർ ആണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നാണ് ഇവിടെ പറയുക. ഓക്കെ, സെയിം പരിപാടി തന്നെയാണ്. എന്താണ്? ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നും എത്രയാണോ റെഡീം ചെയ്യുന്നത് അതിനെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരത്തെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ പഠിച്ച സമയത്ത് അവിടെ മിനിമം എന്താണ് 10% എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. നമ്മൾ ഇവിടെ എത്രയാണോ പ്രോഫിറ്റ് ഉപയോഗിച്ച് റെഡീം ചെയ്യുന്നത് അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റണം, നമ്മൾ CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. നോട്ടീസ് ഓഫ് റിഡംഷൻ മസ്റ്റ് ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days. നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നതിന് എന്താണ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ റിഡംഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കമ്പനി രജിസ്ട്രാറെ അറിയിക്കണം. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് ഇത് ചോദിക്കാം, ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഭാഗം ചോദിക്കാം കേട്ടോ. ദെൻ ദ CRR ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. നമ്മൾ റിഡംഷന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ടാണ് എന്ത്? CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ത് ചെയ്യണം? നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ? അത് നമുക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ CRR എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലെ ആ ഫണ്ടിലെ എമൗണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ബോണസ് ഷെയറിന്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അവിടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്ത എന്താണ്? റിഡംഷൻ ഡസ് നോട്ട് കൗണ്ട് ആസ് എ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു 2 lakh ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 2 lakhൽ നിന്ന് ഒരു 1 lakhന്റെ റിഡംഷൻ നടത്തി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇനി നമുക്ക് ക്യാപിറ്റൽ 1 lakh ആണ്, ഇനി ആ കമ്പനിയുടെ ഇനി അങ്ങോട്ടുള്ള ക്യാപിറ്റൽ 1 lakh ആണ് എന്നല്ല അതിനർത്ഥം. എന്താണ്? കമ്പനിക്ക് നേരത്തെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള 2 lakhലേക്ക് ഇനി 1 lakhന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക്
പുതിയ ഷെയർ ഇഷ്യൂ നടത്താം. ഓക്കെ. അപ്പോൾ റിഡംഷൻ എന്ന് പറയണമെങ്കിൽ റിഡക്ഷൻ അല്ല, അതായത് നമ്മൾ കമ്പനിയുടെ ആ ഒരു ഓതറൈസേഷൻ ലെവൽ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു ഓരോന്നിനും ഒരു മെച്യൂരിറ്റി പീരീഡ്, ടൈം പീരീഡ് ഉണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് മാക്സിമം 20 വർഷം നമുക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ളിൽ അതിനെ കൊടുത്തു തീർക്കണം. കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് വേണമെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യാം, പുതിയത് വേണമെങ്കിൽ നമുക്ക് ഇഷ്യൂ നടത്താവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതിനർത്ഥം എന്താണ്, റിഡംഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏത് പ്രകാരം? കമ്പനീസ് ആക്ട് സെക്ഷൻ 55 പ്രകാരം. ഓക്കെ. ഇത്രയും പോയിന്റ്സ്, ഇത്രയും കണ്ടീഷൻസ് എന്തായിരിക്കണം, ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, ക്ലിയർ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഗ്രൂപ്പിൽ കേട്ടോ. ദെൻ അടുത്തത് സോഴ്സ് ഓഫ് റിഡംഷൻ. നമുക്ക് റിഡീം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം, ഫണ്ട് വേണം. അപ്പൊ നമുക്ക് ഏതെല്ലാം സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താൻ പറ്റും, അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഫിനാൻസ്ഡ് ത്രൂ ഒന്ന് ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, ഇഷ്യൂയിങ് ന്യൂ ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ടു ജനറേറ്റ് ഫണ്ട് ഫോർ റിഡംഷൻ. അതായത് നമുക്ക് റിഡീം ചെയ്യുവാൻ വേണ്ടി നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയറോ പുതിയ പ്രിഫറൻസ് ഷെയറോ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ നടത്തിയിട്ട് നമുക്ക് റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നു. അതാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അവിടെ എന്താ ചെയ്യുന്നത്? യൂസിങ് ഡിവിസിബിൾ പ്രോഫിറ്റ് ലൈക്ക് ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. ജനറൽ റിസർവ് അക്കൗണ്ട്, അതായത് നമ്മുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താം. പിന്നെ അടുത്ത മെത്തേഡാണ് കോമ്പിനേഷൻ, അതായത് കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയും. അതായത് യൂസിങ് എ മിക്സ് ഓഫ് ഫ്രഷ് ഷെയർ ഇഷ്യൂ ആൻഡ് പ്രോഫിറ്റ്. അതായത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുകയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റും അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പ്രിഫറൻസ് ഷെയറിനെ റിഡീം ചെയ്യുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തിയ എമൗണ്ട് ഉപയോഗിച്ചു, കുറച്ച് നമ്മൾ പ്രോഫിറ്റിന് നിന്നും എടുത്തിട്ടും ചെയ്യുക. അങ്ങനെ അത് നല്ലൊരു ഇക്വിറ്റബിൾ മിക്സ് ആണ്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ദ റിഡംഷൻ പാർഷ്യൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പാർഷ്യൽ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ 3 മെത്തേഡാണ് നമുക്ക്, 3 മെത്തേഡിലൂടെയാണ് നമ്മൾ റിഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പൊ ഓരോ മെത്തേഡിനും നമുക്ക് എന്തുണ്ട്, ജേർണൽ എൻട്രീസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഓരോ മെത്തേഡ് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം. നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് നോക്കാം. നോക്കൂ, പ്രൊസീഡ്സ് ഫ്രം ദി ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് അറ്റ് പാർ ഓർ പ്രീമിയം ആർ യൂസ്ഡ് ഫോർ റിഡംഷൻ. അതായത് എന്താണ്, പുതിയ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തിയതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ചിലപ്പോൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് പ്രീമിയത്തിലാകാം അല്ലെങ്കിൽ അറ്റ് പാറിലാകാം, ആ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിഫറൻസ് ഷെയറിനെ റിഡീം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡംഷൻ ഓഫ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. The share premium from a fresh issue can only be used to cover the premium redemption and not a nominal value of the share being redeemed. അതായത് എന്താണ്, നമ്മൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ കളക്ട് ചെയ്ത പ്രീമിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ്, പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ പോർഷൻ റിഡീം ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് നൽകുന്ന റിഡംഷൻ പ്രീമിയത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സെക്യൂരിറ്റി പ്രീമിയത്തിലെ എമൗണ്ട്, ഇഷ്യൂ നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയത്തിലെ എമൗണ്ട് ഉപയോഗിക്കാം. പക്ഷേ ഫേസ് വാല്യൂ പോർഷൻ നൽകുവാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയത്തിലെ എമൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യമാണ് ആ പോയിന്റ്, അത് ഓർത്ത് വെക്കണം. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അടുത്തത് നോക്കൂ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അടുത്ത മെത്തേഡിൽ പറയുന്നത് എന്താണ്, അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് വിച്ച് ആർ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിഡംഷൻ. അതായത് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കുവാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ആ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ജനറൽ റിസർവോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡംഷൻ നടത്താം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നോക്കൂ, ക്യാപിറ്റൽ പ്രോഫിറ്റ് എക്സാമ്പിൾ, ക്യാപിറ്റൽ റിസർവ് കനോട്ട് ബി യൂസ്ഡ് ഫോർ റിഡംഷൻ. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക്, അതായത് ക്യാപിറ്റൽ റിസർവ് നമുക്ക് എന്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, റിഡംഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കൂ, റിഡംഷൻ പാർഷ്യലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പാർഷ്യലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. അത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്തായിരിക്കും അത്, ആ പേര് തന്നെ ഉണ്ട്. എന്താണത്, അത് 2 മെത്തേഡ്, അതായത് നമ്മൾ കുറച്ച് പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും കുറച്ച് പ്രിഫറൻസ് ഷെയർസിനെ ഭാഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടും റിഡീം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിഡംഷൻ പാർഷ്യൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർഷ്യൽ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതാണ് ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, CRR. എന്തിനാണ് CRR ക്രിയേറ്റ്, CRR എന്ന് പറയുന്നത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ട്രാൻസ്ഫർ ആൻ എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഷെയർസ് റെഡീംഡ് ഫ്രം പ്രോഫിറ്റ് ടു ദി ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വാല്യൂവിന്റെ പോർഷന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വാല്യൂവിന്റെ പോർഷന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആ റിഡംഷൻ നടത്തുന്നത് പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫേസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ നിയമമാണ്. But the CRR can be used for issuing fully paid bonus shares. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്താണ് CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക, അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കമ്പനി പെട്ടെന്ന് ഒരു ദിവസം എന്താണ് പ്രോഫിറ്റിൽ നിന്നും ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് അവര് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോൾ കമ്പനിക്ക് വലിയൊരു ആഘാതം, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ആ സ്ട്രക്ചറിനെ അത്തരത്തിൽ ഈ റിഫ്ലക്ട് ബാധിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്ന എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള, നമ്മൾ റെഡീം ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്ന് എത്ര എമൗണ്ട് ആണോ നമ്മൾ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫണ്ട് വേറെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ ഈ കമ്പനിയെ ഒന്ന് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഫണ്ട് നമ്മൾ എന്തിനാ വേണ്ടി ഉപയോഗിക്കുക, ആ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുക ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസിന്റെ അല്ലെങ്കിൽ ബോണസ് ഷെയർസിന്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി അറേഞ്ച്മെന്റ് ഓഫ് ക്യാഷ്, അതായത് നമുക്ക് കമ്പനിക്ക് അകത്ത് എപ്പോഴും ക്യാഷ് എന്താണ് ലിക്വിഡ് ആയിട്ട് അവൈലബിൾ ആവണമെന്നില്ലല്ലോ. അപ്പൊ കമ്പനിക്ക് അകത്ത് ക്യാഷ് ലിക്വിഡ് ആയിട്ട് അവൈലബിൾ അല്ല എങ്കിൽ അതിനാവശ്യമായ റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കമ്പനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ക്യാഷ് ഈസ് എസെൻഷ്യൽ ഫോർ റിഡംഷൻ ചെയ്യണമെങ്കിൽ, റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചു കൊടുക്കാണല്ലോ, റീപേയ്മെന്റ് ആണല്ലോ. അപ്പോൾ റീപേയ്മെന്റിന് ക്യാഷ് നമുക്ക് ആവശ്യമാണ്, നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈഫ് നോട്ട് അവൈലബിൾ ഫ്രം ഫ്രഷ് ഇഷ്യൂസ് ദ കമ്പനി മേ നീഡ് ടു സെൽ. അപ്പൊ നമ്മൾ പുതിയൊരു ഷെയർ ഇഷ്യൂ നടത്തി നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ക്യാഷ് അവൈലബിൾ ആയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റോ അസറ്റോ അല്ലെങ്കിൽ ലോണോ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനാവശ്യമായ ക്യാഷ് കമ്പനി അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് സെയിൽ നടത്തുമ്പോൾ എന്താണ്, നമുക്ക് ക്യാഷ് കിട്ടും അല്ലെ, അസറ്റ് വിറ്റിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ലോൺ എടുത്തിട്ടാവാം, അസറ്റ് വിറ്റിട്ടാവാം, അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ടാവാം, കമ്പനി അല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതിയ ഫ്രഷ് ഇഷ്യൂ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടാവാം. അപ്പൊ കമ്പനി ഈ രീതിയിലാണ് റെഡീം ചെയ്യാൻ ആവശ്യമായ ക്യാഷ് കണ്ടെത്തുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമുക്ക് അൺട്രേസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡീം ചെയ്യാൻ നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനി നിയമം അനുസരിച്ചിട്ട് 20 വർഷത്തിനുള്ളിൽ റെഡീം ചെയ്ത് കളയണം. അപ്പൊ കമ്പനി റെഡീം ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആരാണ് എന്ന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല. കമ്പനി പ്രിഫറൻസ് ഇത്ര ഒരു എന്താണ് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി അറിയിക്കുന്ന സമയത്ത് ആ ആളുകളെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ യഥാർത്ഥ ഇപ്പോൾ നമുക്കറിയാം ഈ ഷെയർസ് ഒക്കെ എന്താണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഷെയർസ് ആണ്. അപ്പൊ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് കമ്പനിക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ എന്താ ചെയ്യുക, അപ്പൊ അതിനെ നമ്മൾ തൽക്കാലം എന്താക്കി മാറ്റുന്നു, അതിനെ ഒരു കറന്റ് ലയബിലിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ് ചെയ്യുക. നോക്കൂ, ഇഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ കനോട്ട് ബി ട്രേസ്ഡ് എമൗണ്ട് ഡ്യൂ ഷുഡ് ബി ട്രീറ്റഡ് ആസ് കറന്റ് ലയബിലിറ്റി അണ്ടർ അതർ കറന്റ് ലയബിലിറ്റീസ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ട പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ കറന്റ് ലയബിലിറ്റി അല്ല നോൺ കറന്റ് ഐറ്റംസിന്റെ ഭാഗത്താണ് കാണിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ് അവരെ കറന്റ് ലയബിലിറ്റി എന്ന് കാണിക്കുന്നതാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ കറന്റ് ലയബിലിറ്റി എന്നുള്ള ഹെഡിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ അൺട്രേസബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് റെഡീം ചെയ്യേണ്ട സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ ട്രേസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ആ അൺട്രേസബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കറന്റ് ലയബിലിറ്റീസിന്റെ കീഴിൽ അതർ കറന്റ് ലയബിലിറ്റീസിന്റെ ഹെഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ള നമ്മുടെ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ തിയറി ആയിട്ട് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് 3 മെത്തേഡ് ഉണ്ട് റെഡീം ചെയ്യുവാൻ, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പിന്നെ അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള കമ്പൈൻ മെത്തേഡ്. അപ്പൊ ഈ 3 മെത്തേഡിൽ വരുന്ന ജേണൽ എൻട്രീസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രീസ് നമുക്ക് ഇവിടെ ഞാൻ ഒരു ടേബിളിലാക്കിയിട്ട് ചുരുക്കി കൊടുത്തിട്ടുണ്ട് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കാം നിങ്ങൾ ആ ജേണൽ എൻട്രീസ് എന്താന്നുള്ളത്.
നോക്കൂ, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂന്റെ കേസിൽ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആയിക്കോട്ടെ, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഇനി കമ്പൈൻഡ് മെത്തേഡ് ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫുള്ളി പേഡപ്പ് ആണോ എന്ന് നോക്കുക. ഫുള്ളി പേഡപ്പ് അല്ല എങ്കിൽ അതിനെ ഫുള്ളി പേഡപ്പ് ആക്കണം. അതായത് പാർഷ്യലി അല്ലെങ്കിൽ പാർട്ട്ലി പേഡപ്പ് ഷെയർ ആണെങ്കിൽ അതിനെന്താണ്? അതിനെ ഫുള്ളി പേഡപ്പ് ഷെയർ ആക്കിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഏറ്റവും ആ ഫുള്ളി പേഡപ്പ് ആക്കണം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്താണ് ഇപ്പോൾ 50 രൂപ മാത്രം അടച്ചിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ത് പറയണം? ബാക്കി 50 രൂപയോടും തിരിച്ച് അടയ്ക്കാൻ പറയണം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുക എന്ന് പറയുന്നത്. അപ്പൊ പാർലി പേഡപ്പ് ഷെയർ ആണ് എങ്കിൽ നമ്മൾ റെഡീം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിനെ ഫുള്ളി പേഡപ്പ് ആക്കി മാറ്റണം. അത് ഈ 3 മെത്തേഡിലും ആ ഒരു എൻട്രി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അതിനുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ ഇത്ര രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ട്, ആ പണം അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയണം. അപ്പൊ അതിന് ഡ്യൂ ആക്കുക എന്ന് പറയാം. അപ്പൊ ഡ്യൂ എൻട്രി ചെയ്യണം. എന്താ? ഫസ്റ്റ് കോൾ അല്ലെ, ഫസ്റ്റ് കോൾ ഓൺ പാർട്ട്ലി പേഡ് ഷെയർസ്, അതായത് കോൾ ചെയ്യുക എന്ന് പറഞ്ഞതാണ് അടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ കോൾ ചെയ്യുക, ഫൈനൽ കോൾ ചെയ്യാനുള്ള എൻട്രി ചെയ്യണം. ഫൈനൽ കോൾ ഡ്യൂ ആക്കാനുള്ള എൻട്രി എന്താണ്? പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എന്താണ്? ടു റെക്കോർഡ് ദി കോൾ എമൗണ്ട് ഡ്യൂ ഓൺ പാർട്ട്ലി പേഡ് ഷെയർസ്. പാർട്ട്ലി പേഡ് ഷെയർസിന്റെ കയ്യിൽ നിന്നും ലഭിക്കാനുള്ള പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി ആണ് അത്. ഓക്കെ, ദെൻ ആ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അടയ്ക്കും. അടയ്ക്കുന്ന സമയത്ത് എന്താണ്? റെസിപ്റ്റ് ഓഫ് കോൾ മണി, നമുക്ക് ആ പണം കിട്ടുന്ന സമയത്ത് എന്താ എൻട്രി ചെയ്തുക? ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി. ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. എന്താ നരേഷൻ വരുന്നത്? ടു റെക്കോർഡ് റെസിപ്റ്റ് ഓഫ് കോൾ മണി ഫ്രം ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും ആ കോൾ മണിയുടെ റെസിപ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള എൻട്രി ആണ് എന്ത്? ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണത്? ആദ്യത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അത് പാർട്ട്ലി പേഡപ്പ് ആണോ ഫുള്ളി പേഡപ്പ് ആണോ നോക്കുക. ഫുള്ളി പേഡപ്പ് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ 2 എൻട്രിയുടെ ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഫുള്ളി പേഡപ്പ് അല്ല എങ്കിൽ അതിനെ ഫുള്ളി പേഡപ്പ് ആക്കണം. ഫുള്ളി പേഡപ്പ് ആയാൽ മാത്രമേ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാർട്ട്ലി പേഡപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പേഡപ്പ് ആക്കി മാറ്റുക. ഫുള്ളി പേഡപ്പ് ആണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 2 എൻട്രിയുടെ ആവശ്യമില്ല. കാരണം ഈ 2 എൻട്രി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്? ഈ 2 എൻട്രി ഉപയോഗിക്കുന്നത് പാർട്ട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി അത് ആണ് എങ്കിൽ പിന്നെ ഈ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് എൻട്രി മുതൽ തുടങ്ങിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എൻട്രി എന്താ പറഞ്ഞത്? അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഇക്വിറ്റി ഷെയർ അല്ലെ പുതിയ പ്രിഫറൻസ് ഷെയർ നമ്മൾ ഇഷ്യൂ നടത്തണം. അപ്പൊ അതിനുള്ള ജനറൽ എൻട്രി എന്താണ്? ഫോർ ഇഷ്യൂയിങ് ഫ്രഷ് ഷെയർ ഫോർ റിഡംഷൻ. എന്താ എൻട്രി? ഇഷ്യൂ അറ്റ് പാർ ആകാം, ഇഷ്യൂ അറ്റ് റിഡംഷൻ ആവാം അല്ലെ. ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇഷ്യൂ അറ്റ് റിഡംഷൻ ആണെങ്കിൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നായിരിക്കും ജനറൽ എൻട്രി വരിക. ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, വളരെ സിമ്പിൾ. ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇതായിരിക്കും ജനറൽ എൻട്രി വരിക. അപ്പം ഇത് ഏത് മെത്തേഡിലാണ്? റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂന്റെ കേസിലാണ്. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂന്റെ കേസിലാണ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ദെൻ അതുകൊണ്ട് ഈ 2 എൻട്രി അവിടെ വരും. പാറാണോ പ്രീമിയം ആണോ എന്നുള്ള നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനനുസരിച്ച് എൻട്രി എടുക്കുക. പിന്നെ എന്താണ്? റിഡംഷൻ അതുപോലെ ഇഷ്യൂ പ്രീമിയത്തിൽ പാറിൽ ചെയ്യുന്നത് പോലെ തന്നെ റിഡംഷൻ എന്തുണ്ടാവും? പ്രീമിയത്തിലും പാറിലും ഉണ്ടാവും. റിഡംഷൻ അറ്റ് പാർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം റിഡംഷൻ അറ്റ് പാർ ആയിക്കോട്ടെ അറ്റ് പ്രീമിയം ആയിക്കോട്ടെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു എഴുതണം അല്ലെ. അപ്പൊ എന്ത് വേണം? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ഇത്ര രൂപ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ജേണൽ എൻട്രി എഴുതുക. ആ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് അല്ലെ. റിഡംഷൻ ഡ്യൂ എൻട്രി ആണ് അത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. ഇതൻ എന്താണ്? നമുക്ക് പ്രിഫറൻസ് ഷെയർക്ക് ഇത്ര രൂപ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ആ എമൗണ്ട് അവർക്ക് കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യണം. സോ അതിനെ ഡെബിറ്റ് ചെയ്യും. എന്താ എൻട്രി വരിക? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക്. ഈ ഒരു എൻട്രി നമുക്ക്, അതായത് റിഡംഷൻ എൻട്രി നമുക്ക് കോമൺ ആണ്. റിഡംഷൻ ഡ്യൂ ആക്കുക, റിഡംഷന്റെ പേയ്മെന്റ് കാണിക്കുക അല്ലെ. കഴിഞ്ഞ ഡിബഞ്ചറിന്റെ കേസിൽ നമ്മൾ ഇത്തരം ഒരു എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ പേരിന് മാറ്റം ഉണ്ടെന്നുള്ളൂ. അവിടെ ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് ഉപയോഗിക്കുന്ന പകരം അവിടെ ഡിബഞ്ചർ എന്ന് ഉപയോഗിച്ചെന്നുള്ളൂ അല്ലെ. ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്ന് ഉപയോഗിച്ചത് പകരം അവിടെ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് എന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു മാറ്റമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അവിടെ മെത്തേഡുകൾ കുറച്ചധികം വരുന്നുണ്ട്. ഇവിടെ ഈ 3 മെത്തേഡേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ് എങ്കിൽ എന്താ എൻട്രിയിൽ വരിക? റിഡംഷൻ നടത്തി പ്രീമിയത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇവിടെ ചെയ്യണം. പ്രീമിയം റിഡംഷൻ പ്രീമിയം കൊടുക്കാൻ ആവശ്യമായ എമൗണ്ടിന്
നമുക്ക് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുത്തിട്ട് എന്ത് ചെയ്യണം, റിഡംഷൻ പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിനുള്ള എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ റിഡംഷൻ അറ്റ് പ്രീമിയം ആണെങ്കിൽ എന്ത് എൻട്രി എഴുതണം? റിഡംഷൻ അറ്റ് പ്രീമിയം നൽകാൻ ആവശ്യമായ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റണം? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ അതിനുള്ള എൻട്രി എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അത് സെക്യൂരിറ്റി പ്രീമിയം ഓർ എന്നിടാനുള്ള കാരണം എന്താണ്? നമുക്ക് അവൈലബിൾ ആണ് ഫണ്ടിനനുസരിച്ച്. പൂർണ്ണമായിട്ട് സെക്യൂരിറ്റി പ്രീമിയം അവൈലബിൾ ആണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. സെക്യൂരിറ്റി പ്രീമിയം പൂർണ്ണമായിട്ട് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എൻട്രി വരിക. ദെൻ എന്താണ്, അപ്പൊ നമ്മൾ പ്രീമിയത്തിലാണെങ്കിൽ ആദ്യത്തെ എൻട്രി എന്താണ്? പ്രീമിയത്തിന് ആവശ്യമായ റിഡംഷൻ പ്രീമിയത്തിന് ആവശ്യമായ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രി എഴുതി. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻട്രി എന്താണ്? അടുത്ത എൻട്രി എന്ന് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിഡംഷൻ അടക്കം, അതായത് പ്രീമിയം എമൗണ്ട് അടക്കം പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് നൽകാനുള്ളത് കാണിക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നുള്ള എമൗണ്ട് പ്ലസ് എന്താണ് റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം, അത് രണ്ടും കൂട്ടിയിട്ടാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എൻട്രി എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്നായിരിക്കും. അതായത് റിഡംഷൻ ഡ്യൂ ആക്കാനുള്ള എൻട്രി. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? റിഡംഷൻ ഡ്യൂ ആക്കാണ്. ആ എൻട്രി എഴുതുക. ദെൻ നമ്മൾ പതിവ് പോലെ എന്ത് ചെയ്യുന്നു? കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന സമയത്തിൽ എൻട്രി എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആവുന്ന സമയത്ത് മാക്സിമം പോയാൽ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് വരിക. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ വെച്ച് പറഞ്ഞതുപോലെ തന്നെ എന്ത് വേണം? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവിടെ നിലവിൽ നമ്മൾ റെഡീം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഫുള്ളി പേഡപ്പ് ആണോ പാർട്ലി പേഡപ്പ് ആണോ എന്ന് നോക്കുക. ഫുള്ളി പേഡപ്പ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കാനുള്ള ഈ കോൾ മണി ഡ്യൂ ആക്കാനും അതിന്റെ റെസിപ്റ്റിന്റെയും ജേർണൽ എൻട്രി നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഫുള്ളി പേഡപ്പ് അല്ല എങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? അതിന്റെ ജേർണൽ എൻട്രി നമുക്ക് വേണ്ടി വരും. ക്വസ്റ്റ്യൻ അനുസരിച്ച്, ക്വസ്റ്റ്യൻ ഡിപ്പെൻസ് അപ്പോൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് രണ്ടിലും ഫ്രഷ് ഇഷ്യൂന്റെ കേസിലും ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെ കേസിലും കമ്പൈൻഡ് മെത്തേഡ് ആണെങ്കിലും സെയിം ജേർണൽ എൻട്രീസ് തന്നെയാണ് വരിക. ഓക്കെ, ദെൻ ഇനി എന്താണ് അടുത്ത കേസ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഈ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ഉണ്ടാവില്ല. പകരം എന്താണ്, നമ്മൾ പ്രോഫിറ്റിൽ നിന്നും CRR അക്കൗണ്ടിലേക്ക്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പ്രോഫിറ്റിൽ നിന്നും എത്ര എമൗണ്ട് ഉപയോഗിച്ചിട്ടാണോ റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂവിന് നൽകുന്നത് എങ്കിൽ, നോമിനൽ വാല്യൂവിന് നൽകുന്നതെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുക. അപ്പൊ അതിനുള്ള എൻട്രി എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് എമൗണ്ട് തികയാത്ത പക്ഷം നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. അതായത് നമുക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഏതൊക്കെയുണ്ടോ അതിൽ നിന്നുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ട് മാറ്റാം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്താണ് എൻട്രി? CRR അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള എൻട്രിയാണ് എന്ത് ചെയ്യേണ്ടത്? പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ട എൻട്രി അതാണ്. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി. എന്തിനാണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് ഒരു എന്താണ് സേഫ് പൊസിഷനിലേക്ക് കമ്പനിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടെ നിന്നാണ് മാറ്റുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെ ഡിവിസിബിൾ പ്രോഫിറ്റ് നമുക്ക് ചുരുക്കി പറയാം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവാം, ജനറൽ റിസർവ് ആവാം, മറ്റേതെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ റിസർവ് ഒഴികെയുള്ള മറ്റു റിസർവുകൾ കേട്ടോ, അതിൽ നിന്നുള്ള അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പം സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ജനറൽ റിസർവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ രീതിയിലായിരിക്കും ജേർണൽ എൻട്രി വരിക. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇനി റിഡംഷൻ, ഇവിടെ റിഡംഷൻ നടത്തുന്ന സമയത്ത് എന്താണ്? റിഡംഷൻ അറ്റ് പാറും റിഡംഷൻ അറ്റ് പ്രീമിയം നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലും സംഭവിക്കാം. റിഡംഷൻ അറ്റ് പാർ ആണെങ്കിൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്യൂ ആക്കും. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എടുത്തിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിന്റെ പേയ്മെന്റ് കാണിക്കും. ഇനി റിഡംഷൻ അറ്റ് പ്രീമിയം ആണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാറ്റമില്ല. എന്താണ്? നമ്മൾ ആദ്യം പ്രീമിയത്തിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് റിഡംഷൻ നടത്തുന്ന സമയത്തുള്ള പ്രീമിയത്തിന് വേണ്ട എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ എടുക്കണം.
അപ്പൊ അത് കാണിക്കാനുള്ള എൻട്രി എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയാലും എന്താണ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആയാലും കമ്പൈൻ മെത്തേഡ് ആയാലും ഒക്കെ സെയിം തന്നെയാണ് എൻട്രി വരിക. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. ഇതന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. എന്താ എൻട്രി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും ഒരു എമൗണ്ട് കിട്ടാനുണ്ട്, ദെൻ റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം ആയിട്ട് ഒരു എമൗണ്ട് കിട്ടാനുണ്ട്. ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് എഴുതുന്ന എൻട്രി ആണത്. ഓക്കെ, അതാണ് റിഡംഷൻ ഡ്യൂ എൻട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എൻട്രി എഴുതുക. എൻട്രി ചെയ്തതിനു ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ബാങ്ക് എൻട്രി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മാത്രം മതിയോ? പോരാ, എന്ത് ചെയ്യണം? ആ എമൗണ്ട് അവർക്ക് കൊടുക്കണം. അപ്പൊ ആ കൊടുക്കുമ്പോഴുള്ള എൻട്രി ആണ് എന്ത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു എൻട്രിയും നമ്മൾ എഴുതുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവിന്റെ പോലെ എന്താണ് ഇഷ്യൂ എൻട്രി ഇവിടെ എഴുതേണ്ട വരുന്നില്ല. ജസ്റ്റ് ഒരു CRR ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻട്രി നമുക്ക് എഴുതേണ്ടി വരുന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട്, അല്ലെ? ഇനി കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കമ്പൈൻഡ് മെത്തേഡ്? നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് മെത്തേഡിലെയും വരുന്ന ജേണൽ എൻട്രീസ് നമുക്ക് അവിടെ ആവശ്യം വരും. അതായത് എത്ര ഷെയർ ആണോ ആ പ്രോബ്ലത്തിൽ എത്ര ഷെയറിനെയാണോ എന്ത് ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ അത് ഫ്രഷ് ഇഷ്യൂവിന്റെ എൻട്രി പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ വരുന്ന എൻട്രീസ് വരും. അതായത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ജേണൽ എൻട്രി വരും. അത് പ്രീമിയത്തിലാകാം, ചിലപ്പം എന്താണ് പാറിലാകാം, അതിനുള്ള എൻട്രി വരും. ഓക്കെ, കുറച്ച് ഷെയർ ചിലപ്പോൾ എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ പ്രത്യേകത അവിടെ ഒരു CRR ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ CRR ക്രിയേറ്റ് ചെയ്യാനുള്ള എൻട്രി വരും. ഓക്കെ, അപ്പൊ രണ്ടും ഫ്രഷ് ഇഷ്യൂന്റെയും ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെയും കമ്പൈൻ രണ്ടിന്റെയും ജേണൽ എൻട്രീസ് കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താണ് മെത്തേഡാണ് കമ്പൈൻഡ് മെത്തേഡ്. അതായത് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റും പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ജേണൽ എൻട്രി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ജേണൽ എൻട്രി ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം അത് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശരിക്കും നമുക്ക് ആ രണ്ട് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം എടുത്ത് ചെയ്താൽ മതി. കാരണം അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂം പഠിക്കും, ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പ്രോബ്ലം നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഇത്രയും തിയറി പോർഷൻസ് നന്നായിട്ട് നല്ല തറവാക്കി വെക്കുക. ജേണൽ എൻട്രീസ് ഒക്കെ വരുന്ന സിറ്റുവേഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.